എങ്ങനെയാണ് ഒരു നടനോ നടിക്കോ ഫാൻസ് ഉണ്ടാകുന്നത്? ആ ഒരു താരത്തിനോടുള്ള ആരാധന കൊണ്ടാണ് ഫാൻസ് ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ അല്ലാതെ ചില ഫാൻസ് കൂടെ ഉണ്ടാകുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു താരത്തിനോടുള്ള ആരാധന അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ ഉണ്ടാവാം, ആ സിനിമകൾ ത്രൂ ഉള്ള ആളുടെ അച്ചീവ്മെൻറ്റ്സ് കാണുമ്പോൾ ഉണ്ടാവാം, ചിലരുടെ ഓഫ് സ്ക്രീൻ പെർസോണ കാണുമ്പോൾ ആരാധന ഉണ്ടാവാം. അങ്ങനെ പല കാറ്റഗറിയിൽ ഈ ഒരു ഫാൻസ് ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ബേസിക്കലി ഒരു ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു ഫാൻസ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടും ഇവിടെ ഫാൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരാളോടുള്ള ദേഷ്യം കൊണ്ട്, വിരോധം കൊണ്ട് ഇവിടെ ഫാൻസ് ഉണ്ടാവുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു വ്യക്തി, അയാൾക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റാറിനെ ഇഷ്ടമല്ല. അപ്പോൾ അയാൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആ ഒരു സ്റ്റാറിനെതിരെ, ആ ഒരു താരത്തിനെതിരെ സ്ഥിരം ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ഇടുന്നു, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചിലരിത് ശ്രദ്ധിക്കുന്നു. അവർ പിന്നെ പറയുന്നു, എടാ നീ ഓപ്പോസിറ്റ് സ്റ്റാറിൻ്റെ ഫാനല്ലേ എന്ന് തിരിച്ച് കമൻറ്റിൽ ചോദിക്കുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ആ സ്റ്റാറിനെ കുറിച്ചും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ കൂടുതൽ വിരോധം ഈ ഒരു താരത്തിനോടാണെന്ന് മാത്രം. അപ്പോൾ അവനത് മൈൻഡ് ചെയ്യാതെ പോകും. പക്ഷേ കുറേ കഴിയുമ്പോണ്ട് ഇവൻ ഈ താരത്തിനെ കുറ്റം പറയുമ്പോൾ ആ താരത്തിൻ്റെ ഫാൻസ് വന്നിട്ട് ഈ ഓപ്പോസിറ്റുള്ള താരത്തിൻ്റെ കുറ്റം ഇവൻ്റെ പോസ്റ്റിന് കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇവൻ്റെ കമൻറ്റിന് മറുപടി ആയിട്ടോ ഇടുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ ഇവനെ സ്ഥിരമായിട്ട് ചാപ്പ് കുത്താൻ തുടങ്ങുന്നു. എടാ നീ മറ്റേ ആളുടെ ഫാനാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ കുറേ കഴിയുമ്പോൾ അവന് തോന്നും, എങ്കിൽ പിന്നെ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇയാളുടെ ഫാനാണെന്ന് അങ്ങ് സമ്മതിച്ചേക്കാം. അതാകുമ്പോൾ പിന്നെ എനിക്കിത് പറയുന്നതിന് ഇവർക്കും ഒരു റീസൺ ആയല്ലോ, ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു. സത്യത്തിൽ ഇവന് ഈ ഒരു നടനെ ഇഷ്ടമല്ല, ഈ ഒരു താരത്തിന് തീരെ ഇഷ്ടമല്ല, അയാളോടുള്ള വിരോധമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാണുന്ന ആൾക്കാർ അവനെ ചാപ്പയടിച്ചു കൊടുക്കുകയാണ്, നീ ഓപ്പോസിറ്റുള്ള ആളുടെ ഫാൻ ആയതുകൊണ്ടാണെന്ന്. അങ്ങനെ ഇവൻ ആ നടൻ്റെ ഫാനാണെന്ന് പറയുന്നു. പക്ഷേ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇവൻ ഫാനാണെന്ന് പറയുന്ന നടൻ്റെ സിനിമകളും അവൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവന് പറയാനറിയില്ല. ആ നടൻ്റെ സിനിമ ഇറങ്ങിയാൽ ആദ്യത്തെ ദിവസം പോയിട്ട് ആദ്യത്തെ ആഴ്ച പോലും അവൻ തിയേറ്ററിൽ പോയി അത് കാണില്ല. OTT-യിലൊക്കെ വരുമ്പോഴേ അവൻ കാണുന്നുണ്ടാവുള്ളൂ. ഇതിനെക്കുറിച്ച് ചിലപ്പോൾ പോസ്റ്റ് എഴുതിയിട്ടില്ല എന്നും വരാം. പക്ഷേ മറ്റേ നടൻ്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അത് കണ്ട് കുറ്റം പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരിക്കും. പക്ഷേ ആരാധകനാണ്, ഞാൻ ഇന്നാളുടെ ഫാനാണെന്ന് പറയുന്ന നടൻ്റെ കാര്യത്തിൽ ഒരു പോസ്റ്റോ ഒരു കമൻറ്റോ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. ഇതൊരു കാറ്റഗറി. ഇതിൻ്റെ വേറൊരു കാറ്റഗറി ഉണ്ട്. അവർക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ഒരു നടനെ കുറ്റം പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ അവൻ ബുദ്ധിപരമായിട്ട് ചിന്തിക്കും, ഞാൻ ഇന്ന ആളെ കുറ്റം പറയണമെങ്കിൽ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. ഈ പ്രൊട്ടക്ഷൻ എവിടെ നിന്ന് കിട്ടും? ഓപ്പോസിറ്റുള്ള നടൻ്റെ ഫാൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. സോ ഇവൻ എന്ത് ചെയ്യും? ഇന്ന ആളെ കുറ്റം പറയണമെങ്കിൽ നേരെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നു, ഞാൻ ഈ ഓപ്പോസിറ്റുള്ള താരത്തിൻ്റെ ഫാനാണ്. അങ്ങനെ അവരുടെ സപ്പോർട്ടോടു കൂടി ഇവൻ പോയി മറ്റേ ആളെ കുറ്റം പറയുന്നു. അപ്പോൾ ഗുണം എന്താ വെച്ചാൽ ഇവൻ ഒരാളെ കുറ്റം പറയുമ്പോൾ തിരിച്ച് മറുപടി എന്തായാലും നല്ല കനത്തിൽ കിട്ടും. ഈ കിട്ടുന്ന സമയത്ത് ഇവന് ഈ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇവൻ പോയിട്ട് എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് ചൊറിയുന്നു, തിരിച്ചിങ്ങോട്ട് മാന്ത് കിട്ടുന്നു. പക്ഷെ മാന്ത് കിട്ടുമ്പോൾ ഈ ഒരു നടൻ്റെ ഫാൻസ് ഇവനും കൂട്ടത്തിലുള്ളതാണെന്ന് കരുതി ഇവന് സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ഇന്ന ആളുടെ ഫാനാണെന്നും പറഞ്ഞ് മറ്റേ ആളോടുള്ള വിരോധം തീർക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ബുദ്ധിപരമായിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ വന്ന് നിൽക്കുന്നതാണ്. അവൻ്റെയും പ്രശ്നം ഇതാണ്, അവനും ഈ ഒരു നടൻ്റെ സിനിമ ഇറങ്ങിയാൽ ഉടനെ പോയി തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ആൾ വൻ പോരാളിയായിരിക്കും, ഒരു കമൻറ്റിന് മറു കമൻറ്റ് അപ്പം കൊടുക്കും, പോസ്റ്റ് ഇട്ടാൽ മറു പോസ്റ്റ് അപ്പം തന്നെ പോകും. പക്ഷേ തിയേറ്ററിൽ പോയിട്ട് അത് കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന അങ്ങനത്തെ ഫാൻസൊന്നുമില്ല. അതുമാത്രമല്ല, ഈ പറയുന്ന ഫാനാണെന്ന് പറയുന്ന നടൻ്റെ നല്ല സിനിമകളോ നല്ല മൊമെൻറ്റ്സോ ഒന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഗുണം എന്താ വെച്ചാൽ ഇവിടെ ചർച്ച നടക്കുന്നത് ഓപ്പോസിറ്റ് നടനെ കുറിച്ചാണ്. അപ്പോൾ ആ വിരോധം തീർക്കാനായിട്ട് വേണ്ട ഇൻഫർമേഷൻ ആളുടെ കയ്യിലുണ്ട്. ഈ വിരോധമുള്ള നടൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, അതിലിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാനൊക്കെ നല്ല ഉത്സാഹമാണ്. ഇഷ്ടമാണെന്ന് പറയുന്ന നടൻ്റെ ഇൻഫർമേഷൻ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിനെപ്പറ്റി ചർച്ചയില്ലല്ലോ. സോ ഈ കാറ്റഗറിയിൽ ഇപ്പോൾ ഒരുപാട് ഫാൻസിനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ ഫാനാണെന്ന് പറയുന്ന ആളുടെ സിനിമ വരുമ്പോൾ അനക്കമൊന്നുമില്ല, ഇവരുടെ പ്രൊഫൈലൊന്നും പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും കാണാനില്ല. പക്ഷേ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുടെ സിനിമ വരുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിനെ കുറ്റം പറഞ്ഞുള്ള പോസ്റ്റും, ഒന്നും പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും പോസ്റ്റ് ഇട്ട് അതിൽ പോയി കമൻറ്റും ചെയ്തിട്ട് ലൈവായിട്ട് നിൽക്കുന്നതും കാണാം. സോ ഇവിടെ നിങ്ങളൊരാളുടെ ഫാനാണെന്ന് പറയുന്നത് മറ്റേ ആളെ എന്തും പറയാനുള്ള ലൈസൻസ് ഒന്നുമില്ല. ഇന്ന ആളുടെ ഫാനാണെങ്കിൽ ആ ഒരു നടനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇമോഷണലായിട്ട് പറയാം. ആളുടെ വിജയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇമോഷണൽ ആവും, കൂടുതൽ ഹാപ്പി ആവും, പ്രൗഡാവും. പക്ഷേ ഇന്ന നടൻ്റെ ഫാനാണ് ഞാൻ എന്നുള്ളത് മറ്റേ ഒരു നടനെ വെറുതെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് ആയിട്ടൊന്നും കാണരുത്. അതൊരു പ്രൊട്ടക്ഷനായിട്ടും കാണണ്ട. അത്തരത്തിൽ ഉപയോഗിക്കുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഞാൻ ഇന്ന ആളുടെ ഫാനൊന്നുമല്ല, പക്ഷേ ഇന്ന ആളെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു.
അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വിരോധം തീർക്കാം. അല്ലാതെ ഒരാളെ കുറ്റം പറയാൻ വേണ്ടി മറ്റേയാളുടെ ഫാനാണെന്ന് പറയുന്നത് ഒരു മോശം ഏർപ്പാടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.